നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിദ്യാർത്ഥികൾക്ക് പല പ്രകാരത്തിലും മാർഗദർശകങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് സ്വല്പം പണച്ചെലവ് കൂടുതൽ വേണ്ടിവരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മെയ് മാസം മുതൽ മാതാപിതാക്കൾക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഓഗസ്റ്റ് മാസം മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും നല്ല സ്ഥാപനത്തിൽ പേരുകേട്ട സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവിടെ ജോലി ലഭിച്ചാൽ പോലും നവംബർ മാസം മുതൽ മാത്രമേ ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച പോലെ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ നിർബന്ധവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. എന്നാൽ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി മണ്ഡല പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിൽ വ്യാപാര വിപണന വിതരണ മേഖലകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരുപക്ഷെ 2026 മെയ് മാസത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ആത്മവിശ്വാസത്തോടുകൂടി ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും സഹായങ്ങളും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരും വന്നു ചേരുവാൻ ഇടയുണ്ട്. നമസ്കാരം.